നമസ്കാരം. പ്രജാസാക്ഷരത്തിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം. ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഞാൻ ഈശ്വരവിശ്വാസത്തിനെതിരല്ല, അന്ധവിശ്വാസിയുമല്ല, എന്നാൽ നിരീശ്വരവാദിയുമല്ല. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിക്കുന്നുണ്ട്, നീയും നിന്റെ കുലവും പരസ്പരം തമ്മിൽ തല്ലി മരിക്കുമെന്ന്. ഭഗവാൻ കൃഷ്ണൻ വേടൻ്റെ അമ്പേറ്റ് ഇഹലോകവാസം വെടിഞ്ഞു. ക്രിസ്തുദേവൻ വളരെ ക്രൂരമായ രീതിയിൽ മരണം കൈവരിച്ചു. ക്രൂശിലേറ്റി അദ്ദേഹത്തെ ജനങ്ങൾ കൊലപ്പെടുത്തി. നബിയെ ഒരു സ്ത്രീ വിഷം കൊടുത്ത് ആ വിഷത്തിൻ്റെ കാഠിന്യത്താൽ അതികഠിനമായ വേദന അനുഭവിച്ച് നബി മരണപ്പെട്ടു. അപ്പോൾ പിന്നെ സ്വന്തം ജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത ഈ ദൈവങ്ങൾ മാനവരാശിയുടെ ജീവൻ രക്ഷിക്കാൻ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് എൻ്റെ ചോദ്യം. യഥാർത്ഥ ഈശ്വര വിശ്വാസമുള്ള ഒരാൾക്ക് തിന്മ ചെയ്യുവാൻ കഴിയുമോ? മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനോ കൊലപ്പെടുത്തുവാനോ ഒരു ഈശ്വരവിശ്വാസിക്ക് സാധിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ പേരിൽ നിങ്ങൾ മതങ്ങൾ സൃഷ്ടിച്ചു. അവിടെ പല ജാതികളെ സൃഷ്ടിച്ചു. ഈ ജാതികൾ തമ്മിൽ, ഈ മതങ്ങൾ തമ്മിൽ ഇവിടെ പരസ്പരം തമ്മിൽ തെളിച്ചാകുന്നു. ഇവിടെ മനുഷ്യനെ കൊല്ലുന്നു. നിരപരാധികളായ മനുഷ്യർ ഇവിടെ മരണപ്പെടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ നിരപരാധികളായ മനുഷ്യരും ദൈവത്തെ വിശ്വസിക്കുന്നില്ലേ? അവർ വിശ്വസിക്കുന്ന ദൈവം അവരെ രക്ഷപ്പെടുത്തുവാൻ തത്സമയം പ്രത്യക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ജാതിമത ഭേദമന്യേ ഏവർക്കും കടന്നു ചെല്ലാവുന്ന ഒരു പവിത്രമായ ക്ഷേത്രാങ്കണമാണ് ശബരിമല. ഈ ശബരിമലയിൽ എഴുതി വച്ചിരിക്കുന്നു തത്വമസി എന്ന്. തത്വമസി എന്നതിൻ്റെ അർത്ഥം അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം നിങ്ങളിൽ തന്നെയാണ് എന്നതാണ് തത്വമസിയുടെ അർത്ഥം. അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസം ഉള്ള ഒരു വ്യക്തിക്ക് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലാൻ പറ്റുമോ? സ്വന്തം സഹോദരങ്ങളെ കൊന്നൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈശ്വരവിശ്വാസം എന്ന് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് ഈ മതത്തിൻ്റെ പേരിൽ വെല്ലുവിളിക്കുന്നവരോടും മതത്തിൻ്റെ പേരിൽ വാദപ്രതിവാദങ്ങൾ നടത്തുന്നവരോടും മതത്തിൻ്റെ പേരിൽ സഹോദരങ്ങളെ കൊന്നൊടുക്കുന്നവരോടുമുള്ള എൻ്റെ ഒരു ചോദ്യമാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അക്രമം ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ഒട്ടുമിക്ക ആളുകളുടെയും ഇടയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഓരോ ഗ്രൂപ്പിസമുണ്ട്. ഇവിടെ കോവിഡ് വന്നു, പ്രളയം വന്നു, വയനാട് ദുരന്തം സംഭവിച്ചു. ഈ മരണത്തെ മുഖാമുഖം കണ്ട സമയത്ത് പണമായിട്ടും കൈത്താങ്ങായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടുമൊക്കെ ഒട്ടനവധി ആളുകൾ രംഗത്തെത്തി. ഈ സഹായവുമായിട്ടെത്തിയവർ ആരുടെയും ജാതിയും മതവും ചോദിച്ചിട്ടല്ല സഹായം വെച്ച് നീട്ടിയത്. സഹായം സ്വീകരിച്ചവർ ഒരിക്കലും ആരുടെയും ജാതിയും മതവും ചോദിച്ചില്ല. അപ്പോൾ നമ്മൾ ആ ദുരന്ത ജീവിതത്തിൽ നിന്നൊക്കെ ഒരുവിധം രക്ഷപ്പെട്ടു. നമ്മൾ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് എത്തി. പിന്നെ നമുക്ക് ഫുൾ മറവിയാണ്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ മറക്കുന്നു. നമ്മൾക്ക് വസ്ത്രം തന്നവരെ, നമ്മൾക്ക് ഭക്ഷണം തന്നവരെ, നമുക്കൊരാശ്രയം തന്നവരെ, കിടക്കാൻ ഒരു സമയം ഇടം തന്നവരെ ഒക്കെ നമ്മളങ്ങ് മറക്കും. വളരെ സൗകര്യപൂർവ്വം ഇതങ്ങ് മറന്നിട്ട് പിന്നെ നമുക്ക് ഓർമ്മയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ മതം, നമ്മുടെ ജാതി. നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പിസമായിരിക്കണം. ഇനി നമുക്കെതിരെ നിൽക്കുന്ന ജാതിക്കാരെ ഒക്കെ നമുക്ക് ശരിയാക്കണം. അവരെയൊക്കെ അങ്ങ് തച്ചുടച്ചേക്കാം. ഇനി നമ്മുടെ ഈ ഭൂമിയിൽ നമ്മുടെ മതം മാത്രം മതി, നമ്മുടെ ജാതി മാത്രം മതി. അങ്ങനെയല്ലേ മനുഷ്യൻ്റെ ചിന്ത? അപ്പോൾ ഈ ഒരൊറ്റ ഓർമ്മയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത്. ഇത് ശരിയാണോ? അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ജാതിയുമില്ല, മതവുമില്ല, അവിടെ വർണ്ണവുമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് അതിജീവിക്കുവാൻ ദൈവം പല രൂപത്തിൽ വരുമെന്നാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പല രൂപത്തിലും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ മറന്നു പോകുന്നത് ശരിയാണോ? അപ്പോൾ യഥാർത്ഥ ഈശ്വരവിശ്വാസം എന്നത് എന്താണ്? ഇതിനെല്ലാം വസ്തുനിഷ്ഠമായ ഒരു ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.